VS കാണാത്തിലുണ്ട്. കൊച്ചുകുട്ടികളടക്കം കൊണ്ട് ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടി ഒരു മോൾ VS നൽകാനാ. VS അറിയാമോ? മുത്തശ്ശിനെ അറിയാം. മുത്തശ്ശിന് പൂ കൊടുക്കുമോ? ആര് പറഞ്ഞു പൂ കൊടുക്കാൻ? മുത്തശ്ശി എവിടെ? നെഞ്ചിൽ VS ചിത്രം ഉള്ള ഒരു കാർഡ് വെച്ചാണ് ഈ കുട്ടി വന്നത്. മോളുടെ പേര് ഇതൾ അല്ലേ? ഇതൾ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിലാണ് VS സ്ഥാനം, നെഞ്ചിലാണ് VS സ്ഥാനം. VS ആരാധകരാണ് നിങ്ങൾ? പല പാർട്ടി പ്രവർത്തകരാണ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സമ്മേളനം വരുമ്പോ കണ്ടിട്ടുണ്ട്. പ്രസംഗമൊക്കെ നഷ്ടപ്പെടുന്നു. പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. VS പ്രസംഗങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, സഖാവാണ്. ആ സഖാവിനെ ഒരു കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 2 മണി മുതൽ നമ്മളിവിടെ നിൽക്കുക. 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. ഇനിയും കാത്തിരിക്കേണ്ടി വരും. അത് എത്ര സമയം കാത്തിരുന്നാലും സഖാവിനെ കണ്ടിട്ടേ പോകും. തീർച്ചയായും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സഖാവാണ് VS സമര പോരാളി, പാവങ്ങളുടെ പടത്തലവൻ. ഞങ്ങൾ ഇന്നലെ APS സെന്ററിൽ പോയി കണ്ടു. എങ്കിലും ഞങ്ങൾ ഇന്ന് 2 മണിക്കൂടെ വന്നിരിക്കുകയാണ്. എത്ര മണിയായിരുന്നാലും കണ്ടിട്ടേ പോകും. നിങ്ങളൊക്കെ VS കാണാൻ വന്നു തന്നെയാന്ന് തോന്നുന്നല്ലേ? ഇന്നലെ കണ്ടവരാണ്, VS ഒരു തവണ കണ്ടവരാണ്, ഇനിയും കാണാൻ കാത്തിരിക്കുന്നവരാണ്. VS അറിയാമോ? മോനറിയാമോ? പേരെന്താ മോന്റെ? സൂര്യ. VS അച്യുതാനന്ദൻ അറിയാമോ? ആരെ കാണാൻ വന്ന ഇവിടെ? VS അച്യുതാനന്ദനെ കാണാൻ വന്നാണ്. അച്ഛനോട് വന്നാണ്. കുട്ടികളെയൊക്കെ കൊണ്ട് നിരവധി പേരോട് വരുന്നു. വലിയൊരു ആൾക്കൂട്ടം എനിക്ക് പുറകിൽ ഇവിടെ രേണുക ഈ ജംഗ്ഷനിൽ എനിക്ക് പുറകിൽ വലിയൊരു ആൾക്കൂട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചാവടിമുക്കിലും ഈ VS കാണാനെത്തിയ ആളുകളുടെ ഒരു വരവ്, വലിയൊരു ആൾക്കൂട്ടം ഈ ഭാഗത്ത്. ഇവിടുന്ന് പോകുമ്പോടുന്ന കഴക്കൂട്ടത്തേക്കുള്ള വഴിയാണ്. ഇവിടെ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നു. നിരവധി ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, സാധാരണക്കാരായ മറ്റാളുകളുണ്ട്, വിവിധ മേഖലകളിൽ ജീവിതത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരൊക്കെ VS കാണാൻ തന്നെ എത്തിയതാണ്. നിങ്ങളൊക്കെ CPI പ്രവർത്തകരാണോ? VS കാണാൻ വന്നത്? CPI പ്രവർത്തകരാണ്. ആവേശമായിരുന്നു ശരിക്കും VS അങ്ങനെ ഒരു ആളുകൾക്കിടെ അല്ലേ? നിരവധി പേർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളുണ്ട്. മുദ്രാവാക്യം വിളികളൊക്കെ ആളുകൾ VS നേരത്തെ നമ്മൾ സ്വീകരിച്ച് കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു സ്ത്രീകളുടെ വലിയൊരു നിര ഇവിടെയുണ്ട്. VS കാണാമെന്നോ? കണ്ടിട്ടുണ്ടോ? VS ഞങ്ങളുടെ വികാരമാണ്. CPIM എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റൊരു നേതാവാണ്. ഇനി അതുപോലൊരു നേതാവിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പോലും സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ 1 മണി തൊട്ടേ ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്ന അതുകൊണ്ടാണ്. ഞങ്ങളെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവ് അദ്ദേഹമാണ്. പിന്നെ ഇപ്പോഴുള്ളവരാരും മോശക്കാരെന്നല്ല പറയുന്നത്, എന്നാലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഒരു നൂറ്റാണ്ട് കണ്ട ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, നിസ്വർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവ് അല്ലേ? VS അങ്ങനെയാണ് കാണുന്നത്. ഒരു യുഗപുരുഷനാണ്. 102 വയസ്സ് വരെ ഞങ്ങൾക്ക് വേണ്ടി. ശ്രീനാരായണ ഗുരുവിനെയൊക്കെയാണ് സാധാരണ യുഗപുരുഷൻ എന്ന് പറയുന്നത്. യുഗപുരുഷനാണ് VS എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ യുഗപുരുഷൻ VS ആണ്. അത് ഇനി ഞങ്ങൾക്കില്ല. കണ്ടിട്ടുണ്ട് നേരത്തെ? ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ അടുത്തും വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് എവിടെ ഉണ്ടെന്നറിയും ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് VS എന്ന് പറയുന്നത് ഞങ്ങളെ കാണപ്പെടുന്ന വിടുന്ന ഒരു ദൈവമാണ് VS. യുഗപുരുഷൻ. ഒരുപക്ഷെ നമുക്കറിയാം ഇതിന് വളരെ അടുത്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തി. അവിടെ നിന്ന് സ്വാഭാവികമായും യുഗപുരുഷൻ എന്ന് സാധാരണ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആത്മീയ നേതാക്കളെയൊക്കെയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നാരായണ ഗുരു കഴിഞ്ഞാൽ ഉള്ള യുഗപുരുഷനായി പോലും ഈ സ്ത്രീകൾ VS വിശേഷിപ്പിക്കുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം, എത്രത്തോളം ജനമനസ്സിൽ ഇടം നേടിയ നേതാവായിരുന്നു VS എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടി വരും. അത്രയധികം അദ്ദേഹത്തെ ജനങ്ങൾ വിലമതിക്കുന്നു. അതൊരുപക്ഷെ പാർട്ടി പ്രവർത്തകരാകായവർ, പാർട്ടിയോട് ഉള്ള സ്നേഹം കൊണ്ടാകായവർ
എങ്കിൽ പോലും ഈ പാർട്ടിക്ക് അതീതമായി സംഘടനാ ബോധങ്ങൾക്ക് അതീതമായി ഒക്കെയുള്ള ഒരു സ്വീകാര്യത ചെറുപ്പക്കാരുടെ വലിയൊരു നിരയെ നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. ഒരുപക്ഷെ വി എസിന്റെ സജീവ രാഷ്ട്രീയ സമയത്തൊന്നും അവർ ആ രീതിയിൽ വി എസിനെ കണ്ടിട്ടുള്ളവരോ അറിഞ്ഞിട്ടുള്ളവരോ ആകില്ല. പക്ഷേ വി എസ് എന്നത് തലമുറകൾക്കപ്പുറത്തേക്കുള്ള ഒരു വികാരമാണ്. വി എസ് എന്ന തലമുറകൾക്കപ്പുറത്തേക്കുള്ള ഒരു പ്രചോദനമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ യുവാക്കൾ കൂടി ഇവിടേക്ക് എത്തുന്നത്. ഇവരൊക്കെ ഒരുപക്ഷെ വി എസിന്റെ കേട്ടും അറിഞ്ഞും വായിച്ചും ഒക്കെ വന്ന ആളുകളാകാം. ഒരുപക്ഷെ CPM-ന്റെ പ്രവർത്തകരാകാം, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മറ്റും പ്രവർത്തകരാകാമെങ്കിലും ഇത്രയധികം ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടുകയാണ് വി എസിനെ കാണാൻ. നിങ്ങൾ വി എസിനെ കാണാൻ വന്നില്ല, കണ്ടിട്ടില്ലേ? ഈ വി എസ് എത്രത്തോളം നഷ്ടമാകും കേരളത്തിൽ? അങ്ങനെ നിരവധി ആളുകളുണ്ട്. വലിയൊരു ആൾക്കൂട്ടമായി ഇതിവിടെ മാറുന്നു. കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ പ്രായമായ ആളുകളുമൊക്കെ വി എസിനെ കാണാൻ അക്ഷരാർത്ഥത്തിൽ ഇവിടെ തടിച്ചുകൂടുകയാണ്. യുഗപുരുഷനായി വി എസിനെ കാണുന്നവരുണ്ട്, പാവങ്ങളുടെ അത്താണിയായി വി എസിനെ കാണുന്നവരുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എക്കാലവും പരിഹരിക്കുന്ന നേതാവായി വി എസിനെ കാണുന്നവരുണ്ട്. അത്തരത്തിൽ വി എസ് എന്നത് പലർക്കും പല വികാരമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വി എസ് അങ്ങനെയൊന്നും ജനങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല. അത് ഓരോ നിമിഷവും ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം അതാണ്. അത്രയേറെ വി എസ് ജനമനസ്സിൽ ആഴത്തിൽ വേരുറപ്പിച്ച നേതാവാണ്, ആഴത്തിൽ വേരുപിടിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ ആ രീതിയിൽ ജനങ്ങൾ സ്നേഹിക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തെ കാണാൻ ആളുകൾ ഇങ്ങനെ ഇരമ്പി ആർക്കുന്നത് അത് തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇവിടെ CPM-ന്റെ മുൻകാല നേതാക്കളൊക്കെ ഉണ്ട്. വി എസിനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹം നമ്മുടെ എല്ലാമാണ്. വി എസ് എന്ന് പറഞ്ഞാൽ വി എസിനെ പോലെ ഒരാളിനി ഉണ്ടാവില്ല. വി എസ് തന്നെയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിലായാലും ഈ സമഗ്രമായ മാറ്റം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്ന വി എസ് അങ്ങേറ്റം ശ്രമിച്ചു. വി എസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തി. പല പ്രശ്നങ്ങളുണ്ടായിട്ടും വി എസ് പാർട്ടിയിൽ നിന്നു അല്ലേ? അത് കാര്യം പിടിച്ചത് തന്നെയാണ്. പിടിച്ചത് തന്നെയാണ്. ആരും വിട്ടുവീഴ്ചയൊന്നുമില്ല. ശ്രീകാര്യം പഞ്ചായത്തിന് മുൻ പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ നിരവധി ആളുകൾ വി എസിനെ അടുത്തു കണ്ടവർ, വി എസിന്റെ സമര പോരാട്ടങ്ങൾ അടുത്തറിഞ്ഞവർ, അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോഴും ഓരോ കേന്ദ്രങ്ങളിലും കൂടുകയാണ് വി എസിനെ അവസാനമായി കാണാൻ. അദ്ദേഹത്തിന് ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ ആളുകൾ ഇങ്ങനെ എല്ലാ കേന്ദ്രങ്ങളിലും ഇരമ്പിയാർക്കുമ്പോൾ രേണുക ഇന്ന് രാത്രിയോടുകൂടി അവിടെ വി എസിന്റെ ജന്മനാട്ടിൽ ഈ വിലാപയാത്ര എത്തിച്ചേരണമെന്ന CPM-ന്റെ ഉദ്ദേശം, ലക്ഷ്യം ഒരുപക്ഷെ നിറവേറണമെന്നില്ല. അതിനിയും ഏറെ വൈകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് ഓരോ കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുന്നത്. തിരുവനന്തപുരം ജില്ല വി എസിന് അത്രയേറെ പ്രധാനപ്പെട്ട ജില്ലയാണ്, വൈകാരികമായ അടുപ്പമുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. CPM-ന് ആ രീതിയിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ വി എസ് അച്യുതാനന്ദനും ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ച നേതാവാണ്. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയത്തിൽ, തിരുവനന്തപുരത്തിന്റെ CPM രാഷ്ട്രീയത്തിലൊക്കെ വലിയ പങ്കുവച്ച നേതാവാണ്.